ഗൈസ്, നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് മറ്റൊരു ട്രെയിലർ കൂടി വന്നിട്ടുണ്ട്. വിശാൽ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന, എഴുതി ഡയറക്ട് ഈ വിശാലല്ല, വിശാൽ പുറച്ചി തളവതി വിശാൽ, പുള്ളി എഴുതി ഡയറക്ട് ചെയ്യുന്ന, അതെ, പുള്ളി എഴുതി ഡയറക്ട് ചെയ്യുന്ന മകുടം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിന്റെ ടീസർ കണ്ടപ്പോഴേ നമുക്കൊരു കാര്യം മനസ്സിലായതാ, ഇതൊരു ഹാഫ് കുക്ക്ഡ് പരിപാടിയാണ്. ഇല്ലേ, കുറച്ച് ഒരു സുഖം തോന്നിയില്ല. കൊമേഴ്ഷ്യൽ പടമാണ്. കൊമേഴ്ഷ്യൽ പടമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ടീസർ കണ്ടപ്പോഴേ നമുക്കൊരു ഒരു സെറ്റായില്ല. സോ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരു ഭയങ്കര ഹൈ ബഡ്ജറ്റ് ആക്ഷൻ പടത്തില്ല, തമന്നയും പുള്ളിയൊക്കെ ആക്ഷൻ അതൊക്കെ ഇല്ല, ബജറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അത് സുന്ദർ സിയുടെ പടമാണ്. സുന്ദർ സി എന്ന് പറയുമ്പോൾ അറിയാലോ, അരൺമനയിൽ നിന്ന് പുറത്തിറങ്ങി പുള്ളി വിദേശത്ത് പോയി ഷൂട്ട് ചെയ്ത് വീണ്ടും അരൺമനയിലേക്ക് തിരിച്ചു കയറിയ പടം. ആ ആക്ഷന് വേണ്ടി എടുത്ത ഡേറ്റ് കാരണമാണ് തമന്നെ കൊണ്ടുവന്ന അരൺമനയുടെ ഫോറിനകത്ത് അവരെ മനസ്സിലായില്ലേ. അത് അത്ര ദിവസം എടുത്തില്ല, പെട്ടെന്ന് നിർത്ത്. പാതിയായപ്പോഴും മനസ്സിലായി എന്തിൻ്റെ ആവശ്യമുള്ളൂ. സോ നമുക്ക് മകുടത്തിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. എവിടെ ആ അച്ഛനും മോനുമായിരിക്കും. അച്ഛനും മോനാന്ന് തോന്നുന്നു. ആ ടീച്ചറിനകത്ത് അങ്ങനെ ആയിരുന്നു. കുറച്ച് തളർന്നു. சின்ன சின்ன கான்டாக்ட் பண்ணிட்டு இருக்கேன். லிங்கா முடிவு எடுத்துட்டா அது முடிஞ்சிருச்சுன்னா ഒറ്റാണ് ലിങ്ക. മറ്റേത് മകനാണ്, ഇത് മകനാണ്. எங்க அப்பா யாருன்னு தெரியும்ல. லவ் பண்றியா? நீ எதுக்கு என்ன சுத்தி சுத்தி வரேன்னு எனக்கு தெரியும். என்ன பொண்ணுடா, என் பொண்ணை கல்யாணம் பண்றவங்களுக்கு கண்டிப்பா தான் இருக்கும். நீங்க மட்டும்தான் இளையராஜா ஃபேனா? நாங்க எல்லாரும் இளையராஜா ஃபேன் தான். ഓ കോപ്പറേറ്റ് അടിച്ചു. മരിച്ചല്ലേ? ട്രെയിലർ കണ്ടൊക്കെ നോക്കിയല്ലേ. എന്നാലും ഉണ്ടാവും. எத்தனையோ சரக்கு இறக்கி கொடுத்துருக்காரு. ஏன் இந்த சரக்கு மட்டும் സാബു മോനാണോ അത്? ഒരു ഷോട്ട്. எந்த திசையில இருந்து வருது, எந்த விசையில நிக்குதுன்னு லிங்காக்கு தெரிசு. இன்னைக்கு தேதி சீக்கிரம் வாடி. അതെന്ത് കട്ടാത്? ட்ரெண்டிங். പെട്ടെന്ന് മറ്റേ പടം കയറിയൊന്നല്ല, മാർക്കാനണി അല്ലേ? പണ്ണാണ്. பையன் மேல ஒண்ணு கையடிய வச்சிரலையே. அந்த சரக்கு நான் இறக்க மாட்டேன், வேற யாரையும் இறக்கவும் விட மாட்டேன். തീരുമാനമായി ഗൈസ്. ഇതും 14-നാ. 14-നാ. 14-ന് വേറെ പടം ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ നമ്മുടെ സുഹൃത്ത് അജിത് വൈശാഖ്. അവരോട് പറയാം, നമുക്ക് അന്ന് 2 സിനിമ കാണാം. ഏത്? വിശ്വനാഥൻ ആൻഡ് സൺസും ഇതും. പക്ഷെ എനിക്ക് ഇതിന്റെ ടോൺ മനസ്സിലായില്ല. ഇത് കോമഡിയാണ്, സീരിയസ് ആണ്? ഇതിന്റെ ടോൺ നമുക്ക് മനസ്സിലായില്ല. ഇതിനെല്ലാം ഉണ്ട്. റിയൽ ഓഡിയൻസിന് അതാ 5 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ ട്രെയിലറിന്റെ അത് ട്രെയിലറിന്റെ കട്ടൊക്കെ തന്നെ എന്തൊക്കെയോ ചെയ്തു വിടുക, നമുക്ക് മനസ്സിലായില്ല മൊത്തത്തിൽ. ഏതെങ്കിലും പോർഷൻ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും. അതെ, അത് മറ്റേ അത്ലീയുടെ പരിപാടിയാണ്. ഈ 10 ഐറ്റം ഇങ്ങനെ എറിയും, അതിൽ ഏതെങ്കിലും ഒരു ആൾക്കാരെങ്കിലും തലക്ക് വീഴും. എനിക്ക് മഞ്ഞ ഇഷ്ടപ്പെട്ടു, അപ്പൊ നീ പറയും നിനക്ക് ചുമല ഇഷ്ടപ്പെട്ടു. ആ സാധനമാണെന്ന് തോന്നുന്നു. ബട്ട് ഇതിന്റെ ട്രെയിലർ കട്ടിൽ തന്നെ ഒരു ഡയറക്ടർ ഇല്ലായ്മ നമുക്ക് മനസ്സിലാവും. ഇത് നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക, നമ്മളിപ്പോൾ എത്ര പടങ്ങൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നു, നമ്മൾ ഇത്ര സിനിമകൾ കാണുന്നു. ഇത് കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകന് തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാവും, എടാ ഇത് എന്തുവാ ഇതിനകത്ത് എന്ന് തോന്നും. സ്വാഭാവികം. ഇത് 150 കോടി അടിച്ചാൽ നീ ഹൈപ്പ് കുറയ്ക്കാനായിരിക്കും. അതെ, ഹൈപ്പ് കുറയ്ക്കാനായിരിക്കും ഈ പറഞ്ഞ അങ്ങനെ ഒരു സംഭവമുണ്ട്, ഹൈപ്പ് കുറയ്ക്കൽ അല്ലേ? അതെങ്ങനെ എനിക്ക് മനസ്സിലായത് ഹൈപ്പ് കുറയ്ക്കാൻ? വേറെ വിശാൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് തന്നെ ആർക്കും അറിയത്തില്ല. ഈ പുള്ളി എന്താ ഹൈപ്പ് കുറയ്ക്കാനാ?
ഒരു കാലത്ത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പക്ഷേ ഹെൽത്ത് ഇഷ്യൂ ഇല്ലായിരുന്നു ഇടയ്ക്ക്. ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് മനസ്സിലായില്ല. ആ മാർക്ക് ആൻ്റണി പുള്ളിക്കൊരു വലിയ ബ്രേക്ക് ആയിരുന്നു. ആ സിനിമ കഴിഞ്ഞിട്ട് അനക്കമില്ല. പിന്നെ പുള്ളിയെ കാണാനില്ല. പിന്നെ പുള്ളി വീണ്ടും വരുന്നത് മാർക്ക് ആൻ്റണിയുടെ സെറ്റ് പൊളിക്കാതെ ആ സെറ്റിൽ തന്നെ പോയി ഇതിന്റെ കുറച്ച് പോഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ആ ഡയലോഗ് കറക്റ്റ് അതുപോലെ പുള്ളി പറഞ്ഞു ഇത് പൊളിക്കണ്ട, ഇതിനകത്ത് എനിക്ക് പടം ചെയ്യണം. അതെ, ഈ മാർക്ക് ആൻ്റണി ചെയ്തോണ്ട സമയത്ത് പുള്ളി തോന്നിയ ഐഡിയ ആയിരിക്കും. സീൻസും ഉണ്ട് ഇതിനകത്ത്. ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കുറെ അങ്ങനെ സാധനം. കാരണം പുള്ളി ഇതിനകത്ത് ഫണ്ണായിട്ടൊക്കെ മറ്റേ അച്ഛൻ റോളേ അത് കറക്റ്റ് മാർക്ക് ആൻ്റണി ടോണോ. ആ ടോൺ ചിലപ്പോൾ ആ ഏരിയാസ് കുറച്ച് വർക്കാവും. പിന്നെ അല്ല, അത് മാർക്ക് ആൻ്റണിക്ക് ഇതൊക്കെ രസമായിരുന്നു. കാരണം ഫുൾ പടം അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. പിന്നെ ഇത് ആൾക്കാർക്ക് പ്രതീക്ഷകളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പ്രതീക്ഷകളുടെ അമിതഭാരമൊന്നും ഇല്ലാതെ ധൈര്യമായിട്ട് പോയി കാണാം. പിന്നെ പാട്ട് ജി പ്രകാശ് കുമാർ അല്ലേ, മ്യൂസിക് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞാൽ ഒരുപാട് സംഗതികളുണ്ട്. എന്താണെന്ന് നമുക്ക് 14-ാം തീയതി അത് തന്നെ ടോക്സിക്കിന്റെ ട്രെയിലർ പോലെ അത് അച്ഛൻ മകൻ അല്ലേ. ഒരു ദിവസം 2 ലക്ഷം. അതായത് ടോക്സിക് വരുന്നതിന് മുമ്പ് റിലീസാകാൻ പോയത്. അതായത് എനിക്ക് മനസ്സിലായത് പുള്ളി എടുത്തോണ്ടോ മനസ്സിലായി ടോക്സിക്കും ഇതും സിമിലർ ഐഡിയ ഒക്കെ ആയിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് നേരത്തെ ഇറക്കി വിടാം. ടോക്സിക് കാണുമ്പോൾ നമ്മളിങ്ങനെ പറയും മകുടത്തിന്റെ കോപ്പിയുടെ അതെ. അതിനു വേണ്ടി നേരത്തെ ഇറക്കി വിടുക. അവരായി അവരുടെ പാടായി അല്ലേ. നമ്മളിത് പൈസ കൊടുത്ത് ഇതും തിയേറ്ററിൽ പോയി കാണും. അതാണ് കാരണം വെള്ളിയാഴ്ചകൾ തിയേറ്ററിൽ പോയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഇപ്പം അതുകൊണ്ട് എന്ത് പടമാണെങ്കിലും നമ്മൾ അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച നമുക്ക് നല്ല സിനിമയാണോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മോശം സിനിമ കാണാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് നല്ല സിനിമ ആയിക്കോട്ടെ അല്ലേ. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് താഴെ കമൻറ്റിൽ പറയും.